الصلاة خير من النوم. الله أكبر الله أكبر لا إله إلا الله. ഇത് പൊന്നാനി. പൗരാണികതയെ നെഞ്ചേറ്റുന്ന അപൂർവം പട്ടണങ്ങളിലൊന്ന്. കടലും പുഴയും കായലും കനാലും ഇവിടെ സംഗമിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ നീലത്തിരമാലകളും വടക്ക് ഭാരതപ്പുഴയും കിഴക്ക് പച്ചപ്പിൻ്റെ തുരുത്തുകളായ കോൾനിലങ്ങളും തെക്ക് പൂക്കൈതപ്പുഴയും ഈ പട്ടണത്തിൻ്റെ അതിരുകളായി നിലകൊള്ളുന്നു. യുഗങ്ങളുടെ വിളങ്ങുന്ന ചരിത്രം പറയുവാനുണ്ട് പൊന്നാനിയുടെ പഴമമുറ്റിയ തെരുവുകൾക്ക്. പൊന്നാനിയുടെ ഊടുവഴികൾ വരെ ചരിത്രത്തിൻ്റെ കലവറകളാണ്. ഐതിഹ്യങ്ങളുടെ ഭൂമിയാണ് പൊന്നാനി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിൽ പൊന്നാനയെ ദർശനത്തിന് വെച്ചിരുന്നുവെന്നും അങ്ങനെ ഈ പ്രദേശം പൊന്നാനിയായെന്നും പറയപ്പെടുന്നു. ബ്രാഹ്മണ നാടുവാഴിയായ പൊന്നൻ്റെ നാടാണ് പൊന്നാനിയായിത്തീർന്നതെന്നും ഐതിഹ്യമുണ്ട്. ശതാബ്ദങ്ങൾക്ക് മുമ്പ് കച്ചവട സാധ്യതകൾ തേടിയെത്തിയ അറബിപ്പൊൻ നാണയങ്ങൾ മൂലമാണ് ഈ പട്ടണം പൊന്നാനിയായതെന്ന് മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറയുന്നു. സവിശേഷമായൊരു സംസ്കാരവും സാമൂഹ്യ ബോധവുമുണ്ട് പൊന്നാനിക്കുന്നു. വിശ്വപ്രസിദ്ധ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മക്കൊണ്ട നഗരം പോലെ സർവസമ്പന്നമാണ് പൊന്നാനി. ഗതകാല പ്രതാപത്തിൻ്റെയും വൈദേശികാധിപത്യത്തിൻ്റെയും അധിനിവേശവിരുദ്ധ പോരാട്ടത്തിൻ്റെയും ജ്വലിക്കുന്ന ഓർമ്മകളുണ്ട് പൊന്നാനിക്ക്. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും മാറി മാറി ഈ വാണിജ്യദേശത്തിൻ്റെ അധികാരസ്ഥാനത്തിരുന്നു. കാലം പൊന്നാനിയോട് ചെയ്തതിൻ്റെ ചിത്രങ്ങളിവിടെ നിശ്ചലങ്ങളായി നിലകൊള്ളുന്നു. വിദൂരദേശങ്ങളിൽ നിന്നെത്തിയ പത്തേമാരികളുടെയും പായ്ക്കപ്പലുകളുടെയും നിറമുള്ള ഓർമ്മകളിൽ ഈ ദീപസ്തംഭവും അതിർത്തിക്കല്ലുമൊക്കെ ഇവിടെ മൂകമായി നിലകൊള്ളുന്നു. തുറമുഖാതിർത്തി നിർണയിക്കുന്നതിന് 1895 നിർമ്മിക്കപ്പെട്ട 20 അടി ഉയരമുള്ള അതിർത്തിക്കല്ലുകളിലൊന്നാണിത്. മത്സ്യബന്ധനത്തിൻ്റെ ശബ്ദമയമായ പ്രഭാതങ്ങളിലേക്കാണ് നിത്യവും പൊന്നാനി ഉണരുന്നത്. പൊന്നാനിയുടെ ജീവിതത്തിന് മത്സ്യത്തിൻ്റെ ഗന്ധമുണ്ടെപ്പോഴും. ഈ ദേശത്തിൻ്റെ സാമ്പത്തിക പുരോഗതി നിർണയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മത്സ്യബന്ധന മേഖലക്കുള്ളത്. നിത്യവും ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടക്കുന്നുണ്ട് ഈ തുറമുഖത്ത്. ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്കും ഇവിടെ നിന്ന് മത്സ്യം കയറ്റുമതി ചെയ്യപ്പെടുന്നു. പൊന്നാനിയുടെ നിത്യജീവിതം ഈ കടപ്പുറത്തിൻ്റെ സജീവതയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ചാകരയെത്തുമ്പോൾ ഇവിടെ ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും തിരമാലകൾ ഉയരുന്നു. വറുതിയുടെ നാളുകളിൽ ഈ മണൽപ്പരപ്പ് മൂകമായി തൊഴിലാളികളുടെ ആരവങ്ങൾ കാത്തുകിടക്കും. വർഷക്കാലം കടലിൻ്റെ മക്കൾക്ക് വറുതിയുടെ നാളുകളാണ്. കര കടലെടുക്കുമ്പോൾ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെടുമെങ്കിലും സ്ഥിരമായൊരു സുരക്ഷിതത്വമില്ല ഇവിടുത്തുകാർക്ക്. ഈ പ്രദേശത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതികൾ നിശ്ചലമായി തുടരുന്നു. അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലം മത്സ്യസമ്പത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിൽ പലരും പരമ്പരാഗതമായ മത്സ്യത്തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു വഴികൾ തേടിപ്പോകുന്നു. മീൻചാപ്പക്കാരോടൊപ്പം ചേർന്ന് പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഏജന്റുമാർ ഇവരുടെ അധ്വാനത്തിൻ്റെ ഫലം കവർന്നെടുക്കുന്നു. മത്സ്യത്തൊഴിലാളി സഹായാർത്ഥം പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതികൾ ജലരേഖകളായി മാറുന്നു. നിത്യഹരിത വനങ്ങളും പർവ്വതനിരകളും കുന്നുകളും പൊന്നാനിയിലില്ലെങ്കിലും പുഴയും കടലും കനാലും പ്രകൃതിയുടെ വരദാനങ്ങളായി ഈ ഭൂമിയിലുണ്ട്. ശതാബ്ദങ്ങൾക്ക് മുമ്പ് പെരിയാറിലുണ്ടായ പ്രളയം കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറ്റിയപ്പോൾ പല കടലോര പട്ടണങ്ങളുടെയും ശക്തി ക്ഷയിക്കുകയും പൊന്നാനി വ്യാവസായിക മുന്നണിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മറാത്തികളും ഗുജറാത്തിലെ ബ്രാഹ്മണരും സേട്ടുമാരും ആലായിസ് മേമൻ വിഭാഗത്തിൽപ്പെട്ട
മുസ്ലിം വ്യാപാരികളും ഈ കച്ചവട ദേശത്തിലേക്ക് ആകൃഷ്ടരായി. സ്വാതന്ത്ര്യാനന്തരം വിദേശ വ്യാപാരികൾ പൊന്നാനിയോട് യാത്ര ചോദിച്ചപ്പോൾ വ്യാപാര പ്രതാപവും ഈ നഗരിയോട് വിട ചോദിച്ചു തുടങ്ങി. പ്രൗഢി നഷ്ടപ്പെട്ട് പഴയ പാതാറും പാണ്ഡികശാലകളുമൊക്കെ പഴയ വ്യാപാരപ്പെരുമയുടെ ഓർമ്മകൾ പേറി ജീർണിച്ചു കഴിഞ്ഞ ഈ കെട്ടിടങ്ങളോടൊപ്പം നിശ്ചലമായി നിലകൊള്ളുന്നു. ആനമലയിൽ നിന്നും മണ്ണാർക്കാട്ടു നിന്നും വന്ന തടികളും നാളികേരവും കുരുമുളകും കൊപ്രയും ഉണക്കമത്സ്യവും കയറും സുലഭമായി ഈ തുറമുഖത്തു നിന്ന് കയറ്റി അയക്കപ്പെട്ടു. ഉപ്പ്, അരി, ഗോതമ്പ്, പുകയില തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ഇറക്കുമതി ചെയ്യപ്പെട്ടു. പ്രതിവർഷം 10,000 ടൺ മലഞ്ചരക്കുകൾ തുടർച്ചയായി ഈ തുറമുഖം വഴി കൈകാര്യം ചെയ്തു. സർവസമ്പന്നമായിരുന്ന പാതാർ ഇപ്പോൾ ദുഃഖകഥകൾ അയവിറക്കുകയാണ്. കടവനാടിൻ്റെ ഗ്രാമീണ ചാരുതയിൽ പൂക്കൈതപ്പുഴയെയും കനോലി കനാലിനെയും ആശ്രയിച്ചാണ് പൊന്നാനിയുടെ പാരമ്പര്യ തൊഴിൽ മേഖലയായ കയർ വ്യവസായം സജീവമാകുന്നത്. ചകിരിത്തൊണ്ടുകൾ അടക്കം ചെയ്ത ചകിരിക്കുണ്ടുകളും ഇടത്തോടുകളുമൊക്കെ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണിവിടെ. നെയ്ലോൺ കയർ രംഗം കീഴടക്കിയതോടെ കയറിന് വിപണി നഷ്ടപ്പെട്ടു. മാറ്റങ്ങളുടെ അതിപ്രസരം ഈ മേഖലയെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു. ദിവസവും ലോഡുകൾ കയറ്റിപ്പോയിരുന്ന ഇവിടുത്തെ കയറുകൾ വിപണി കണ്ടെത്തുന്നത് കേരളത്തിനു പുറത്താണ്. 2-2.5 ഇഞ്ചുകൾ വ്യാസമുള്ള കമ്പകൾ പിരിച്ചെടുത്തിരുന്ന ഈ നിലങ്ങളിലിപ്പോൾ ചൂടിക്കയറുകൾ മാത്രം കാണാം. നൂറുകണക്കിന് തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഈ മേഖലയിൽ ഇന്ന് ആകെയുള്ളത് ഒരേയൊരു ചകിരിമിൽ മാത്രമാണ്. ഇപ്പോൾ ഇവർ ഇതര സംസ്ഥാനങ്ങളിലാണ് വിപണി തേടുന്നത്. കൈത്തൊഴിലുകളുടെയും കരകൗശല വിദ്യകളുടെയും പർദീസയായിരുന്നു പൊന്നാനി. പാരമ്പര്യ തൊഴിലാളികളുടെ കഥനകഥകളെ ഇവിടെ ഉയരുന്നുള്ളൂ. വാണിജ്യ ആവശ്യങ്ങൾക്കായി ധാരാളമായി നിർമ്മിക്കപ്പെട്ടിരുന്ന കുട്ടകൾ പൊന്നാനിയിൽ നിന്ന് അപ്രത്യക്ഷമാവുമ്പോൾ പ്രതാപത്തിൻ്റെ ഒരു യുഗം കൂടി കഴിഞ്ഞു പോകുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഈ കുട്ടകൾ പൂർണ്ണമായും തഴയപ്പെട്ടു കഴിഞ്ഞു. ഫൈബർ കുട്ടകളുടെ ഈടിലും ഉറപ്പിലുമാണ് പുതിയ പൊന്നാനി വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. പാരമ്പര്യ തൊഴിലുകളെ കൂടെ കൊണ്ടു നടക്കുന്ന ഈ വയോധികർക്ക് തരളമായ ഓർമ്മകൾക്കൊപ്പം കൈമുതലായുള്ളത് ശൂന്യത മാത്രമാണ്. ബീഡിതെറുപ്പിൻ്റെ സുദീർഘമായ ചരിത്രം പറയുവാനുണ്ട് പൊന്നാനിയുടെ തെരുവുകൾക്ക്. ബീഡിത്തൊഴിലാളി സമരത്തിൻ്റെ അവശേഷിക്കുന്ന ഓർമ്മകളുമായി നിലകൊള്ളുകയാണ് ഇതുപോലുള്ള വിരലിലെണ്ണാവുന്ന തൊഴിലാളികൾ. പഴയ കാലത്തെ വ്യാപാര പ്രൗഢിയുയർത്തുന്ന നിശ്ചല പ്രതീകങ്ങളാണ് ഈ മണ്ണെണ്ണ ബാരലുകൾ. പൊന്നാനിയുടെ അഭിമാനമായി ഉയർന്നു നിന്ന മലബാറിലെ ആദ്യത്തെ തീപ്പെട്ടി കമ്പനിയുടെ ഓർമ്മകളുറങ്ങുന്ന ഈ ശൂന്യമായ മണൽപ്പരപ്പും നഷ്ടപ്രതീകങ്ങളിൽ മറ്റൊന്നാണ്. ഗതകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ധ്വനികൾ കേൾക്കാനില്ല ഈ മണൽപ്പരപ്പിൽ. വ്യാപാര വസന്തത്തിൻ്റെ വീണ്ടെടുപ്പിന് ഈ പുതിയ സംരംഭങ്ങളൊക്കെ കൈത്താങ്ങായി മാറുമെന്ന പ്രതീക്ഷയുണ്ടിപ്പോൾ പൊന്നാനിക്ക്. യുഗങ്ങളുടെ സാക്ഷിയാണ് പൊന്നാനിയുടെ ഈ വലിയ പള്ളി. മലബാറിൻ്റെ മക്കയായ പൊന്നാനിയുടെ ചരിത്രവും സംസ്കാരവും പൊന്നാനിയുടെ ആത്മാവായ ഈ പള്ളിയോട് ബന്ധപ്പെട്ടു കിടക്കുന്നു. പൗരാണികതയുടെ ശേഷിപ്പുകൾക്കൊപ്പം ഈ വിശുദ്ധ ഭവനത്തിൻ്റെ ഓരോ മൂലയിലും പൊന്നാനിയുടെ ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ പള്ളി. കേരളത്തിൻ്റെ ആത്മീയ പുരോഗതിക്കും വൈജ്ഞാനികമായ ഉയർച്ചക്കുമൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ തീക്ഷ്ണതക്കും സാക്ഷിയായി ഈ ചരിത്ര സ്മാരകം. അല്ലാമ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് മഅബരിയാണ് ഈ പള്ളിയുടെ സ്ഥാപകൻ. കേരളീയ വാസ്തുശില്പകലാവിദ്യകളിൽ നൈപുണ്യം നേടിയ തച്ചന്മാരുടെ നേതൃത്വത്തിലാണ് പള്ളി നിർമ്മിക്കപ്പെട്ടത്. കേരളീയ തച്ചുശാസ്ത്രത്തിലാണ് പള്ളിയുടെ നിർമ്മാണമെങ്കിലും കാലിഗ്രഫി അടക്കമുള്ള അറേബ്യൻ വാസ്തുശില്പവിദ്യയുടെ ഉത്തമ നിദർശനങ്ങൾ ഇവിടെ കാണാം. നൂറ്റാണ്ടുകളുടെ കഥ പറയുവാനുള്ള ഇവിടുത്തെ പ്രസംഗപീഠത്തിൽ വൈവിധ്യമേറിയ സംസ്കാരങ്ങൾ സമന്വയിച്ചിരിക്കുന്നു. ചരിത്രാന്വേഷികൾക്കു മുന്നിൽ നിഗൂഢതയുടെ സത്യങ്ങളായാണ് ഒറ്റത്തടിയിൽ തീർത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മന്ദിരം നിലകൊള്ളുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ വെച്ച് ജിന്നുകൾക്ക് മതപാഠങ്ങൾ പഠിപ്പിച്ചെന്നു വിശ്വസിക്കപ്പെടുന്നു. ഈ കാൽപ്പാടുകൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെതടക്കം നിരവധി മഹാന്മാരുടെ മക്ബറകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തെക്ക് കിഴക്കു ഭാഗത്തുള്ള മഖ്ദൂം കെട്ടിനകത്താണ് പൊന്നാനിയിൽ മരണപ്പെട്ട എല്ലാ മഖ്ദൂമുമാരുടെയും ഖബറുകൾ. മസ്ജിദ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ആശാരിയുടെ ഖബറാണിത്. അദ്ദേഹത്തിൻ്റെ പേര് പള്ളിയിൽ കുത്തിവെക്കപ്പെട്ടതായി ഇന്നും കാണാം. ഇസ്ലാമിക വൈജ്ഞാനികതയുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ഈ പള്ളിയിലെ ദർസ്.
ജാവ, സുമാത്ര തുടങ്ങിയ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്നു പോലും വിദ്യയുടെ വിളക്കത്തിരിക്കാൻ ഇവിടേക്ക് വിദ്യാർത്ഥികൾ ഒഴുകിയെത്തി. അല്ലാമ അഹ്മദ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ്റെ പ്രധാന ഗുരുവര്യനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഇവിടെ എത്തിയതിൻ്റെ സ്മാരകമായി അദ്ദേഹം മക്കയിൽ നിന്നും കൊണ്ടുവന്ന കല്ല് ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ ചിരന്തന പ്രതീകമായ ഈ പള്ളി നിർമ്മിക്കപ്പെട്ടതിനെക്കുറിച്ച് ചില ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഹൈന്ദവ വ്യാപാരിയും മുസ്ലിം വ്യാപാരിയും കടൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റിലകപ്പെട്ടു. വ്യാപാരികൾ രക്ഷപ്പെടാൻ പള്ളിയും ക്ഷേത്രവും നിർമ്മിക്കാൻ നേർച്ച ചെയ്തു. അപ്രകാരം നിർമ്മിക്കപ്പെട്ടത് വലിയ ജുമുഅത്ത് പള്ളിയും തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ച ശ്രീകോവിലുമാണത്. പൊന്നാനി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള തൃക്കാവ് ഭഗവതി ക്ഷേത്രം പൊന്നാനിയിലെ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന പുരാതന ഹിന്ദു ക്ഷേത്രമാണ്. പരശുരാമൻ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ദുർഗാ ഭഗവതിക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. പരശുരാമൻ്റെ 64 കോളനികളിലൊന്നായ ശുഗപുരം ഗ്രാമത്തിൻ്റെ ഉപഘടകമായ പൊന്നാനിയിലെ ബ്രാഹ്മണ കോളനിക്ക് വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. എല്ലാ മതങ്ങളിലുമുള്ള മനുഷ്യരെ പരസ്പരം കൈകോർപ്പിച്ച് പിടിച്ചുകൊണ്ട് അത്യുദാരമായൊരു മാനവികത, മതേതരമായൊരു മാനവികത പൊന്നാനി കേരള ചരിത്രത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കലഹം പൊന്നാനിയിൽ ഉണ്ടായിട്ടില്ല. ഏറനാട്ടിൽ ചോരപ്പുഴ ഒഴുക്കിയ മലബാർ കലാപം പോലും പൊന്നാനിയെ സ്പർശിച്ചില്ല. ചമ്രവട്ടം കടവ് കടന്നു വന്ന ലഹളക്കാരെ അന്നത്തെ പൊന്നാനി തങ്ങളും കെ.വി. നൂറുദ്ദീൻ സാഹിബിൻ്റെ പിതാവും കേളപ്പനും ഒരുമിച്ച് ചെന്ന് അനുനയിച്ച് മടക്കി അയക്കുകയായിരുന്നു. ഒരിക്കൽ പോലും മതത്തിൻ്റെ പേരിൽ ഒരു തുള്ളി ചോര ചിന്തിയിട്ടില്ലാത്ത പൊന്നാനി ഇസ്ലാം മതത്തിൻ്റെ പേരിലായാലും ഹൈന്ദവ മതത്തിൻ്റെ പേരിലായാലും ജ്ഞാനവിജ്ഞാനങ്ങളുടെ വലിയ ഭണ്ഡാരം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. തോട്ടുങ്ങൽ പള്ളി പൊന്നാനിയുടെ മസ്ജിദ് മഹാത്മ്യത്തിൻ്റെ ആദിരൂപമായ ഈ മന്ദിരമാണ് പൊന്നാനിയിലെ ആദ്യത്തെ ജുമുഅത്ത് പള്ളി. ഫരീദുദ്ദീൻ അബ്ദുൽ ഖാദിർ ഖുറാസാനി എന്ന ഫരീദുദ്ദീൻ ഷേഖ് നിർമ്മിച്ചതാണിത്. പുഴയുടെ പരിണാമഫലമായി കനോലി കനാലിൻ്റെ ഭാഗമായ അപ്പിത്തോടിൻ്റെ കരയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കടലിൻ്റെ മുഴക്കങ്ങളിൽ നഷ്ടപ്പെട്ട നിരവധി ആദ്യകാല പള്ളികളിലൊന്നായ അലിയാർ പള്ളിയുടെ അവശിഷ്ടങ്ങൾ പൊന്നാനിയുടെ കടലോരത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. തൊട്ടടുത്ത് പുനർനിർമ്മിക്കപ്പെട്ട പള്ളി കാണും. പൊന്നാനിയുടെ പ്രതാപത്തിൻ്റെ ദിനങ്ങൾക്ക് സാക്ഷിയാണിത്. ഗുജറാത്തിലെ കച്ച് സ്വദേശികളായ ആലായിസ് മേമൻ വിഭാഗത്തിലെ മുസ്ലിങ്ങൾ ഈ പള്ളിക്കു ചുറ്റുമായി താമസിച്ചു. കച്ച് ദേശക്കാരുടെ തെരുവായ കച്ചിത്തെരുവിലായതുകൊണ്ടാണ് ഇത് തെരുവത്തുപള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ പള്ളിയുടെ അകത്തളങ്ങൾ ഇസ്ലാമിക വൈജ്ഞാനികതയുടെ വിളനിലമായിരുന്നു ഒരു കാലത്ത്. പൊന്നാനിയുടെ കച്ചവടപ്പെരുമയുടെ സാക്ഷികളാണ് ഈ പള്ളിയും കച്ചിത്തെരുവുമൊക്കെ. ചരിത്രവും സംസ്കാരവും സംഗമിക്കുന്ന ഭാരതപ്പുഴയോരത്തെ ഈ പള്ളിയും തെരുവും തിളക്കമാർന്നൊരു ഭൂതകാലത്തിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുപോകും. പൊന്നാനിയുടെ വിദ്യാഭ്യാസ പെരുമയുടെ പ്രതീകമാണ് കച്ചിത്തെരുവിനടുത്തുള്ള പൊന്നാനിയിലെ ആദ്യ സ്കൂളായ താലിമുൽ ഇഖ്വാൻ എന്ന TIUP സ്കൂൾ. ഇവിടെ പൊന്നാനിയുടെ ഊടുവഴികൾ പോലും ചരിത്രത്തിൻ്റെ കലവറകളായി രൂപാന്തരപ്പെടുന്നു. സാമൂതിരി കാലഘട്ടത്തെക്കുറിച്ചും പറയാൻ പൊന്നാനിക്കേറെയുണ്ട്. സാമൂതിരിയുടെ 2ാം ആസ്ഥാനമായ തൃക്കാവ് കോവിലകം പൊന്നാനി അങ്ങാടിക്ക് തെക്ക് കിഴക്ക് ഇന്നത്തെ തൃക്കാവ് ക്ഷേത്രത്തിനു സമീപത്തെവിടെയോ ആയിരുന്നു. പക്ഷേ സാമൂതിരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ രാജധാനിയും അനുബന്ധ കെട്ടിടങ്ങളും അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് കാണാനായി ഇന്നവിടെ ശേഷിപ്പുകളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. പഴയ പ്രതാപത്തിൻ്റെ സാക്ഷികളെന്നോണം തകർന്നു വീഴാറായൊരു കെട്ടിടവും ചുറ്റും കൽപ്പടവുകളോടു കൂടിയ വിശാലമായൊരു കുളവും ഈ പ്രദേശത്തുണ്ട്. അവ ആ നഷ്ടപ്രതാപത്തിൻ്റെ ഓർമ്മകൾ ഇന്നും പേറുന്നതായി നമുക്ക് തോന്നും. പൊന്നാനിയുടെ ഭരണപരമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഈ നാട് ഭരിച്ചിരുന്നത് തിരുമലശ്ശേരി രാജാക്കന്മാരായിരുന്നു. അവർ ബ്രാഹ്മണരായിരുന്നു. പഴയ കാലത്ത് നാടുവാഴികൾ ഭരണത്തിലെത്തിയിരുന്നത് ബ്രാഹ്മണന്മാരുടെ പിന്തുണയോടുകൂടിയായിരുന്നു. സാമൂതിരി വാഴ്ചയുടെ ഈടുവപ്പുകളിലൊന്നാണ് കോട്ടത്തറ തിരുമനശ്ശേരി കോട്ട. കേരളത്തിലെ അപൂർവം നമ്പൂതിരി രാജകുടുംബങ്ങളിലൊന്നാണിത്. സാമൂതിരി പട്ടും വളയും ചാർത്തി സാമന്തക്കാരായി പ്രഖ്യാപിച്ച് പൊന്നാനിയുടെ ഭരണം കൈയാളാൻ ചൊല്ലിക്കൊടുത്ത ഈ കോട്ടയുടെയും അതിൻ്റെ ഭരണകാലഘട്ടത്തിൻ്റെയും ശേഷിപ്പുകളായി 8 കെട്ട് കോട്ട നിലനിന്നിരുന്ന കോട്ടത്തറ പറമ്പും
വേരുകളോടി തകർന്നു കിടക്കുന്ന കോട്ടയുടെ ചുറ്റുമതിലും കോട്ടക്കകത്തുണ്ടായിരുന്ന പുരാതന ക്ഷേത്രങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. ഞാൻ പരമേശ്വരൻ രാജ, തിരുമൽശ്ശേരി കോട്ട, ഈശ്വരമംഗലം, പൊന്നാനി. വള്ളുവനാട് താലൂക്കും പൊന്നാനി താലൂക്കും ഭരിക്കാനുള്ള ഒരു അധികാരം സാമൂരിപ്പാടിൻ്റെ കയ്യിൽ നിന്ന് തിരുമൽശ്ശേരി കോട്ടയിലേക്ക് കിട്ടി. ഇവിടുത്തെ പുരുഷന്മാരെ മുഴുവൻ രാജാന്നും സ്ത്രീകളെ മുഴുവൻ റാണിയെന്നും ആണ് പറയുക. ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾ തന്നെ കത്തയക്കുമ്പോൾ മാരാര ബ്രഹ്മശ്രീ ചുവരൻ എന്ന സ്ഥാനപ്പേരോട് കൂടിയ പരമേശ്വര രാജ എന്ന് വയ്ക്കണം. പഴയ കാലത്തെ ആളുകൾ ഈ എന്ത് ഗതികേടുണ്ടെങ്കിലും തിരുമൽശ്ശേരി കോട്ടയിൽ പോയി പറയുക, തിരുമലശ്ശേരി കോട്ടയിൽ നിന്ന് അതിനൊരു തീർപ്പുണ്ടാക്കി കൊടുക്കും. നമ്പൂരി സമുദായത്തിന് തീരെ ഒന്നുമില്ലാണ്ട് ആക്കിയത്. ഞാൻ പറയുമ്പോൾ മാറി ഒരു കുറ്റം പറയല്ല, ഞാനടക്കം വിശ്വസിക്കുന്ന ഒരു മറ്റേ സമുദായക്കാരനാണ് ഇതിങ്ങനെ പാപ്പറാക്കിയത്. പഴയ കാലത്ത് സാമൂരിപ്പാടിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നിരുന്നത് തിരുമൽശ്ശേരി കോട്ടയിലെ രാജാവായി. നാടടക്കി വാണിരുന്ന ആ രാജകുടുംബത്തിന്റെ കീഴിൽ ഇന്നുള്ളത് പ്രദേശത്തെ 10 ദേശങ്ങളുടെ ക്ഷേത്രമായ കണ്ടകുറുമ്പക്കാവ് ക്ഷേത്രമാണ്. കണ്ടറുമ്പക്കാവ് എന്ന് പറഞ്ഞു അത് 10 ദേശമാണ്. ഈ കണ്ടറുമ്പക്കാവിൽ 10 ദേശക്കാരാണ്, 1 മുതൽക്ക് 10 ദേശം. ഈ 10 ദേശക്കാരും ഒന്നിച്ചു കൊണ്ടാടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ പൂരം നടത്തുന്നത്. പഴയ കാലത്ത് വളരെ ശോഷിച്ച അമ്പലമായിരുന്നു. അതിപ്പോൾ ഞാനായിട്ട് തന്നെയാണ് ഈ അമ്പലം ഈ തരത്തിൽ എത്തിച്ചത്. സാമൂതിരിയുടെ 2ാം ആസ്ഥാനം, കോഴിക്കോട് കഴിഞ്ഞാൽ 2ാം ആസ്ഥാനം പൊന്നാനിയായിരുന്നു. 1498 വാസ്കോഡി ഗാമ മലബാറിൻ്റെ ഉൾക്കടലിൽ കപ്പൽ നങ്കൂരമിട്ടപ്പോൾ സാമൂതിരി പൊന്നാനിയിലായിരുന്നു. അങ്ങനെ സാമൂതിരിയെ മുഖം കാണിക്കാൻ വേണ്ടി വാസ്കോഡി ഗാമ പൊന്നാനിയിലേക്ക് പറങ്കികളെ അയച്ചു എന്ന് ഡോക്ടർ ഹെർമൻകുണ്ടത്തിൻ്റെ കേരള പഴമ വിശദീകരിക്കുന്നുണ്ട്. സാമൂതിരിക്ക് ശേഷം പൊന്നാനി ഹൈദരലിയും ടിപ്പു സുൽത്താനും ഭരിച്ചു. ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിൻ്റെ നിത്യസ്മാരകമാണ് ചാലിയം ടു ചേറ്റുവ ടിപ്പു സുൽത്താൻ റോഡ്. പൊന്നാനിയിലെ ഫ്രഞ്ച് ആധിപത്യം നിലനിന്നിരുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇന്നത്തെ MES കോളേജ് ഗ്രൗണ്ട്. ഇത് മലബാറിലെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായിരുന്നതിനാൽ കൊളോണിയൽ ശക്തികൾ ഈ നഗരത്തിൻ്റെ അധീശത്വത്തിനായി കൊതിച്ചു. പൊന്നാനിയിലെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമായി തകർന്നു വീഴാറായ ഒരു ബംഗ്ലാവ് ഇവിടെ ഇന്നുമുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കൊളോണിയൽ വാഴ്ചയുടെ ശേഷിപ്പുകൾ പൊന്നാനിയിൽ ഇന്നുമുണ്ട്. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ബ്രിട്ടീഷ് അനുകൂലികളായ വെള്ളപ്പെട്ടിക്കാരും ബ്രിട്ടീഷ് വിരുദ്ധരായ ചുവപ്പ് പെട്ടിക്കാരുമുണ്ടായിരുന്നു പൊന്നാനിയിലെന്ന് ചരിത്രം പറയുന്നു. പൊന്നാനിയിലെ വലിയ ജാറത്തിലെ തങ്ങളായിരുന്ന ഖാൻ സാഹിബ് വി ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള വെള്ളപ്പെട്ടിക്കാരുടെ ആസ്ഥാനമായിരുന്നു വലിയ ജാറം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ സ്ഥാനാരോഹണത്തിൻ്റെ ചരിത്രരേഖകളും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനും മൂകസാക്ഷിയായി പൊന്നാനിയുടെ ചരിത്രം പേറി 200ഓളം വർഷം പഴക്കമുള്ള വലിയൊരു ചീനിമരവുമുണ്ടിവിടെ. വൈദേശിക വിരുദ്ധ സമരത്തിൻ്റെ ജ്വാലകളുയർന്ന നാടാണ് വെളിയങ്കോട്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ആത്മീയതയുടെ നിറഞ്ഞ സാന്നിധ്യത്തോടെ നേതൃത്വം നൽകിയ ഉമർ ഖാസിയുടെ സ്മരണകളിൽ ജ്വലിക്കുകയാണ് ഈ നാട്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി നികുതി നൽകാൻ വിസമ്മതിച്ച സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയുടെ ഈ നാട് പൊന്നാനിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ആ മഹാസാത്വികന്റെ മക്ബറ സന്ദർശിക്കാൻ ദിവസവും ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. വെളിയങ്കോട്ടെ തന്നെ ഷഹീദ് കുഞ്ഞിമരക്കാർ ജാറത്തിനുമുണ്ട് ഒരു അധിനിവേശ വിരുദ്ധ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥ പറയാൻ. പോർച്ചുഗീസുകാരുടെ ക്രൂര വിനോദങ്ങൾക്കിരയായ ഒരു മുസ്ലിം പെൺകുട്ടിയെ നടുക്കടലിൽ നങ്കൂരമിട്ട പോർച്ചുഗീസ് കപ്പലിലേക്ക് ഏകനായി കയറിച്ചെന്ന് അക്രമികളെ തുരത്തി രക്ഷപ്പെടുത്തിയ കഥ. മരക്കാരുടെ വിവാഹത്തലേന്നായിരുന്നു സംഭവം. എന്താ പ്രായം 22 വയസ്സ്. അന്നത്തെ ഒരു പുതിയ ആപ്പിളെ അത് പോയി കടപ്പുറത്ത് എന്നൊരു തോണിക്കാരനെ വിളിച്ച് ആ തോണിക്കാരനോട് പറഞ്ഞ് ആ കണ്ണ കപ്പലി ജിന്നെ കൊണ്ടാക്കിത്ത ഞാൻ എൻ്റെ അടുത്ത് ജീവൻ പോയിട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടിനെ മുസ്ലിം പെൺകുട്ടിനെ കയറ്റിത്തരും, അത് എൻ്റെ പെങ്ങളാന്ന് കരുതിയിട്ട് അവരെ വീട് അന്വേഷിച്ച് കൊണ്ടാക്കി കൊടുക്കുക. മറ്റേ കപ്പലിൽ നിൽക്കണ കുറേ അകലെ എത്തരും.
ഇതിന് സകലത്തിനും തമർത്തി തക്ബീറും ചെല്ലത്തിനും പണിയച്ച്. അത് കഴിഞ്ഞതിൻ്റെ ദിവസം മറ്റേ കപ്പലിൽ ഈ വാളും കൈ പിടിച്ച് ചാടിയണ്ട് കടലിലേക്ക് നീന്തിയാണ്ട് കയറി മറ്റേ കപ്പലിൽ. അതിലാണ് പെണ്ണൊരു മൂലയിൽ കണ്ണീരും രക്തത്തിൽ 5 കളിയായിട്ടിരിക്കുന്നത്. പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയ ശേഷം വർദ്ധിച്ച വീര്യത്തോടെ പോർച്ചുഗീസുകാരുമായി ഏറ്റുമുട്ടിയ കുഞ്ഞിമരക്കാർ ഒടുവിൽ ചതിപ്രയോഗത്തിലൂടെ കൊല്ലപ്പെട്ടു. പിന്നിൽ നിന്നുള്ള ആക്രമണത്തിൽ വെട്ടേറ്റ് വീണ മരക്കാരെ ആ ക്രൂരർ നിരവധി കഷ്ണങ്ങളാക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ബ്രിട്ടീഷ് വിരോധത്താൽ പൊന്നാനി ജ്വലിച്ചപ്പോൾ ഖിലാഫത്ത് സമരത്തിന്റെ ദേശീയ നേതാവ് മൗലാന മുഹമ്മദ് ജൗഹറിന്റെ പ്രസംഗത്തിന് സാക്ഷ്യം വഹിച്ച മുഹമ്മദ് മൈതാനമാണിത്. പൊന്നാനിയുടെ ചരിത്രത്തിന്റെ സംരക്ഷകനായി രംഗത്തെത്തിയ അതുല്യ പ്രതിഭ പ്രൊഫസർ KV അബ്ദുറഹ്മാൻ സാഹിബിനെ പൊന്നാനിക്ക് മറക്കാനാവില്ലൊരിക്കലും. ഇവിടെ ചരിത്രം ഈ മൂകതയിൽ നിശ്ചലമായി നിലകൊള്ളുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ചരിത്രവും സംസ്കൃതിയും പകർന്നു നൽകപ്പെട്ട് പൊന്നാനിയുടെ മഹത്തായ ചരിത്രം എന്നും സംരക്ഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥന ഉയരുന്നുണ്ടിവിടെ. ചരിത്രത്തിന്റെ ഈടുവപ്പുകൾ കുടികൊള്ളുന്ന പൊന്നാനിയുടെ യശസ് ചരിത്രരചനയിലൂടെ പുറം ലോകത്തെത്തിച്ച അബ്ദുറഹ്മാൻ സാഹിബിന്റെ രചനകൾ നൽകുന്നത് പൊന്നാനിയുടെ ഭൂതകാലത്തിന്റെ നേർചിത്രങ്ങളാണ്. ആക്രമിച്ചു കീഴടക്കാനെത്തിയ അധിനിവേശക്കാർ, നന്മയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും രാജവാഴ്ചകൾ, അന്യദേശങ്ങളിൽ നിന്നും പെരുമ കേട്ടെത്തിയ കച്ചവടക്കാർ, ജീർണതയിലാണ്ട സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാനെത്തിയ മതസാമൂഹ്യ പരിഷ്കർത്താക്കൾ, അങ്ങനെ സാംസ്കാരിക പരിണാമത്തിൻ്റെ വിവിധ ദശകൾ കടന്നുവന്ന പൊന്നാനി ഇന്നും വിഭിന്ന സംസ്കാരങ്ങളുടെ ഒരു സംഗമഭൂമിയാണ്. ഇവിടെ വിരുന്നെത്തിയവരും വന്നു കീഴടക്കിയവരും ഭരിച്ചവരുമെല്ലാം പ്രചരിപ്പിച്ച സ്വന്തം സംസ്കാരത്തിൻ്റെ വേരുകൾ ഇന്നും പൊന്നാനിയിലുണ്ട്. അതിലൊന്നാണ് ഇന്നും സജീവമായിട്ടുള്ള ഗുജറാത്ത് സമാജം. പൊന്നാനിയുടെ വ്യാപാര പ്രതാപകാലത്ത് ഇവിടെ എത്തിയ ഗുജറാത്തികളുടെ പിന്മുറക്കാർ തലമുറകൾക്കു ശേഷവും ഇവിടെ ജീവിക്കുന്നു. സ്വന്തം സംസ്കാരവും ഭാഷയും ജീവിത രീതിയും കൈവിടാതെ പൊന്നാനിയുടെ ഭാഗമായി ജീവിക്കുകയാണിവർ. പൊന്നാനിയുടെ സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകളിലൊന്നാണ് ഇവിടുത്തെ ഈ പഴയ തറവാടുകൾ. ഇസ്ലാം പൊന്നാനിയിൽ വേരുപിടിച്ച കാലത്ത് പല നമ്പൂതിരി കുടുംബങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ പഴയ ഹൈന്ദവ വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്ത നിരവധി ഇല്ലങ്ങളും നാലുകെട്ടുകളും മുസ്ലിം തറവാടുകളായി മാറി. നടുമുറ്റത്തിൻ്റെ അഴകുള്ള നാലുകെട്ടുകൾ പൊന്നാനിയിൽ ഇന്നും നമുക്ക് കാണാം. പഴയ പൊന്നാനിക്കാരുടെ സേവനമനസ്കതയുടെ അടയാളമായി ഇന്നും അവശേഷിക്കുന്ന പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ചില കിണറുകൾ ഒരു വിസ്മയം തന്നെയാണ്. ഗാർഹികാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ കിണർ പൊതുജനത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും വിധം ഒരു ഭാഗം പൊതുനിരത്തിലേക്ക് തുറന്ന രീതിയിലായിരുന്നു ഈ കിണറുകൾ സജ്ജീകരിച്ചിരുന്നത്. ഈ നാലുകെട്ടുകൾക്കപ്പുറം നിറങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ ഉടമകളായി ഒരുപാട് പേർ പൊന്നാനിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു. പൊന്നാനി നഗരസഭയ്ക്ക് തെക്കുഭാഗത്ത് ആനപ്പടിയിലുള്ള നായാടി സമൂഹം ഇവിടെ കഴിയുന്നത് സാമൂഹികമായ പിന്നോക്കാവസ്ഥകൾ തരണം ചെയ്തുകൊണ്ടാണ്. തൊഴിലില്ലായ്മയും അവഗണനയും ഈ ജീവിതങ്ങളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നു. എൻ്റെ പേര് കുഞ്ഞമ്പു. എനിക്ക് ഏകദേശം 80 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇവിടെ എൻ്റെ ഏകദേശം 10-15 തലമുറകൾക്കപ്പുറം ഞങ്ങൾ ഇവിടെ തന്നെയാണ് താമസം. പ്ലാസ്റ്റിക് കയർ വന്നതുകൊണ്ട് ഞങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു മാർക്കറ്റും ഇല്ല. പഴയ കാലത്ത് ഈ പൊന്നാനി പാട്ടക്കയർ വിറ്റിട്ടൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ പാട്ടക്കയറിൻ്റെ ചിലവേ ഇല്ല. പൈപ്പും പ്ലാസ്റ്റിക് കയറും വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ പരാജയം തന്നെ. പിന്നെ ഉറിൻ്റെ ഉപയോഗമില്ല. കന്നുകാലികൾക്കുള്ള വെടം, നേരുകയർ, കുറ്റിക്കയർ, കൊണ്ടെടുക്കുന്ന കയർ, ഇങ്ങനെ പലതരം കയറുകളും പിരിച്ചിരുന്നു. അത്തരം കയറിനൊന്നും യാതൊരു മാർക്കറ്റും ഇല്ല. നെൽകൃഷി പോയതോടുകൂടി ഞങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു കഴിഞ്ഞു. വ്യത്യസ്ത കുലദൈവങ്ങളെ ആരാധിക്കുന്ന നായാടി വിഭാഗങ്ങളിൽപ്പെട്ട ഇവർ മലനായാടി മുത്തപ്പനെ ആരാധിക്കുന്നു. അറബിക്കടലിൻ്റെ ഉപ്പുകാറ്റേറ്റ് പൊന്നാനിയുടെ ദുഃഖങ്ങളിലൊന്നായി നിൽക്കുകയാണ് കാക്കച്ചിപ്പറമ്പ്. നിരക്ഷരതയും സാമൂഹികമായ ബോധമില്ലായ്മയും ഈ തെരുവുകളിൽ നിഴലിച്ചു കാണുന്നു. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തൊഴിലിലേർപ്പെടുന്നുണ്ടെങ്കിലും ഈ കടപ്പുറത്തിന് പട്ടിണിയിൽ നിന്നും പരിവട്ടങ്ങളിൽ നിന്നും ഒരിക്കലും മോചനം ലഭിക്കുന്നില്ല. ദുരിതങ്ങൾ മാത്രം നിഴലിച്ചു കാണുന്ന ഈ ദരിദ്ര കോളനികൾ പൊന്നാനിയുടെ ദുഃഖമാണ്. മീൻചാപ്പകളുടെയും മത്സ്യവ്യാപാരത്തിൻ്റെയും നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്ന മീൻതെരുവിൽ ഇപ്പോൾ ശബ്ദങ്ങൾ ഉയരുന്നില്ല. പൊന്നാനിയുടെ സാമൂഹിക സാംസ്കാരിക പരിഷ്കർത്താവായി നീണ്ടകാലം നിലകൊണ്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഈ നാടിനർപ്പിച്ച സംഭാവനകൾ അതുല്യമത്രേ.
സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള വൈദേശിക വിരുദ്ധ പോരാട്ടത്തിന് വിദേശ സഹായം എത്തിക്കുന്നതിനായി പ്രയത്നിച്ച സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയുടെ രാഷ്ട്രീയ രംഗത്തും നിറസാന്നിധ്യമായി. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ അപേക്ഷ പ്രകാരം പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടാൻ ഈജിപ്തിൽ നിന്നെത്തിയ സൈനികർ നിർമ്മിച്ചതാണ് വലിയ പള്ളിക്കു സമീപം നിലകൊള്ളുന്ന മിസ്രിപ്പള്ളി. ഇസ്ലാമിക കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ ജാരങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും പെരുമ കൊണ്ട് സ്ഥാനം നേടിയിട്ടുണ്ട് പൊന്നാനി. മുൻസിഫ് കോടതിക്ക് സമീപം നിലകൊള്ളുന്ന കിൽക്കട്ട ജാറം അവയിലൊന്നാണ്. കോടതിയിൽ നിന്ന് തള്ളുന്ന കേസുകൾക്ക് ഇവിടെ സത്യം ചെയ്യുന്നതിലൂടെ തീർപ്പുകൾ കൽപ്പിക്കപ്പെടുമായിരുന്നുവത്രേ. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. കടലിൽ നിന്ന് ഒഴുകിയെത്തിയ സുഹൃതമായി മുനമ്പത്ത് ബീവിയുടെ മുനമ്പം ജാറം പുതുപൊന്നാനിയിൽ കാണാം. ജാതികളും വർണ്ണങ്ങളുമില്ലാതെ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചുണ്ണാനും ഒന്നിച്ചു പ്രാർത്ഥിക്കാനും അവസരം സിദ്ധിക്കുമെന്ന് തിരിച്ചറിഞ്ഞവർക്ക് അഭയസ്ഥാനമാകുന്നു മൗനത്തുൽ ഇസ്ലാം സഭ. 1900 ആണ്ടിൽ സെപ്റ്റംബർ 9 വിക്ടോറിയ രാജ്ഞിയുടെ ആശീർവാദത്തോടെ സഭ രൂപീകരിക്കപ്പെട്ടു. പൊന്നാനിയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് അതുല്യമായ സേവനങ്ങൾ അർപ്പിക്കുന്നുണ്ട് സഭ. വൈജ്ഞാനിക മേഖലയിൽ നൂതന സംരംഭങ്ങൾ പരിചയപ്പെടുത്തുന്ന സഭ പൊന്നാനിയുടെ വൈജ്ഞാനിക നവോത്ഥാനത്തിൽ വഹിക്കുന്ന പങ്ക് അതുല്യമാണ്. പൊന്നാനിയിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നായ ഉസ്മാനിയ മദ്രസ ഇന്ന് സഭയുടെ കീഴിലുള്ള MI UP സ്കൂളായി പ്രവർത്തിക്കുന്നു. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് സഭയുടെ സംഭാവനയായി പുതുപൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന MI ഗേൾസ് ഹൈസ്കൂൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകൾ, കേരളത്തിലെ തന്നെ പഴക്കം ചെന്ന മതപാഠശാലകളിലൊന്നായ MI അറബി കോളേജ്, സാധു വിദ്യാർത്ഥി സംരക്ഷണാർത്ഥം സ്ഥാപിച്ച യതീംഖാന തുടങ്ങിയവ ഈ മഹൽ സ്ഥാപനം പൊന്നാനി എന്ന ദേശത്തിന് നൽകിയ ദാനങ്ങളാണ്. വിവിധ സാഹിത്യരൂപങ്ങളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ നാടാണ് പൊന്നാനി. മഖ്ദൂമിയ നവോത്ഥാന കാലത്ത് അറബി മലയാള സാഹിത്യരൂപങ്ങളുടെ സജീവമായ കളരിയായിത്തീർന്നു പൊന്നാനിയുടെ മണ്ണ്. അറബി മലയാള സാഹിത്യത്തിൻ്റെ പുരോഗതിക്കായി ജീവിതം സമർപ്പിച്ച നിരവധി പണ്ഡിതർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പൊന്നാനിയിൽ ജീവിച്ചിരുന്നു. മാലപ്പാട്ടുകളും മൗലിദുകളും കെസ്സുപാട്ടുകളും കൊണ്ട് സമ്പന്നമായിരുന്ന പൊന്നാനി സാംസ്കാരിക ചരിത്രത്തിൽ അനശ്വരമായൊരു സാന്നിധ്യമായി മാറി. ഈ അറബി മലയാള സാഹിത്യ പാരമ്പര്യത്തിനു പുറമെ ആധുനിക മലയാള സാഹിത്യ ലോകത്തിന് അതുല്യ പ്രതിഭകളെ സമ്മാനിക്കാൻ പൊന്നാനിക്ക് കഴിഞ്ഞു. പഴയ പൊന്നാനി താലൂക്കിൽപ്പെട്ട തിരൂർ തൃക്കണ്ടിയൂർ തുഞ്ചൻ പറമ്പിലാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജനിച്ചത്. അപ്പോൾ ഭാഷാപിതാവിൻ്റെ ജന്മം തന്നെ പഴയ പൊന്നാനി താലൂക്കിലാണ്. അന്നു മുതൽക്ക് ഇങ്ങോട്ട് മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മലയാള സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ ഉണ്ടായത് പൊന്നാനിയിലാണെന്ന് കാണാം. പൊന്നാനിയുടെ സാഹിത്യക്കളരിക്കും സാഹിത്യ ചർച്ചകൾക്കും വേദിയായ AV ഹൈസ്കൂളിലെ മുത്തശ്ശി മാവ് പോലെ തന്നെ ഇവിടുത്തെ സാഹിത്യവും വളർന്നു പന്തലിച്ചിരിക്കുന്നു. പൊന്നാനിയുടെ ആസ്ഥാന കവിയായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പോലെ പൊന്നാനിക്ക് മറക്കാനാവാത്ത പേരാണ് ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഉമ്മാച്ചുവിൻ്റെ സ്രഷ്ടാവിൻ്റെ ഓർമ്മകൾ നിത്യസ്മാരകങ്ങളിലൂടെ പൊന്നാനി ഇന്നും സൂക്ഷിക്കുന്നു. M ഗോവിന്ദൻ നായരിലൂടെയും കടവനാട് കുട്ടിക്കൃഷ്ണനിലൂടെയും പൊന്നാനിയുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ കൈവഴികൾ ഒഴുകുന്നു. മലയാള സാഹിത്യ ലോകത്തെ സർഗാത്മകതയുടെ വസന്തത്തിലൂടെ ആനയിച്ച C രാധാകൃഷ്ണന് പൊന്നാനി എന്നും ഒരു പ്രചോദനമാണ്. മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയമായ ഒരിടം നേടിയ സിയുടെ പുഴ മുതൽ പുഴ വരെ പൊന്നാനി വിശേഷങ്ങളാൽ സമൃദ്ധമാണ്. പൊന്നാനിയോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് 13 കൊല്ലം നീണ്ടുനിന്ന ഒരു യുദ്ധം സാമൂതിരിയും വെട്ടത്തുനാടും തമ്മിൽ തിരുനാവായിൽ അരങ്ങേറിയത്. ആ മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് വെട്ടത്തുനാടിന് സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വന്നതും പൊന്നാനിയുടെ ആധിപത്യത്തിൽ പകുതിയും സാമൂതിരിക്ക് വിട്ടുകൊടുക്കേണ്ടിയും വന്നത്. അങ്ങനെ തുടങ്ങിയ ഒരു വൈപരീത്യത്തിൻ്റെ ഫലമായിട്ട് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിന് ഏതാനും നാളുകൾ മുൻപ് വരെ സമൃദ്ധമായിരുന്ന പൊന്നാനി പിന്നീട് ശോഷിച്ചു പോവുകയും ഇപ്പോഴത് ഒരു കച്ചവട കേന്ദ്രം പോലും അല്ലാതായി തീരുകയും ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത കാലത്താണ് പൊന്നാനിയിൽ നവോത്ഥാനത്തിൻ്റെ ഒരു പുതുമ വീണ്ടും വരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മുക്കാലോഹരിയും താണ്ടിപ്പോകുന്നതിന് ശേഷമാണ് ഈ പൊന്നാനി ഒരു സാംസ്കാരിക കേന്ദ്രമായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള ഉയർത്തെഴുന്നേൽപ്പിന് പൊന്നാനിയിലെ മതപ്രചാരണ സഭ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടേതായ സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ ഈ പ്രദേശത്ത് വന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് സഹായിക്കുകയും അതുവരെ പിന്നോക്കം നിന്ന ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ അഭ്യുന്നതിക്ക് ഉതകുകയും ചെയ്തു. ഈ പൊന്നാനിയിൽ 3 പുഴകൾ ഒഴുകിച്ചേരുന്നു എന്ന് നമുക്കറിയാം. ഒന്ന് ഭാരതപ്പുഴയാണ്, പ്രഖ്യാതമായ പുഴ. ഒന്ന് വള്ളത്തോളിൻ്റെ കവിതയിലൂടെ പോലും പ്രസിദ്ധമായ തിരൂർ പൊന്നാനി പുഴയാണ്.
ഒന്ന് പടിഞ്ഞാറെ പുഴ എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രവാഹമാണ്. ഈ 3 പുഴകളും കൂടി ചേർന്ന് അറബിക്കടലിൽ ഒരുമിച്ച് പതിക്കുന്ന ഒരു ബിന്ദുവാണ് പൊന്നാനി. ഇതിനെ വേണമെങ്കിൽ ഒരു നദീ ത്രിവേണി സംഗമം എന്ന് വിളിക്കാവുന്നതാണ്. ഈ ത്രിവേണി സംഗമം ഒരുക്കി തന്നിട്ടുള്ള അനേകം തുരുത്തുകളിലാണ് മനുഷ്യജീവിതങ്ങളുടെ പാരസ്പര്യങ്ങൾ നാമ്പെടുത്ത് വളർന്നതും പുഷ്പിച്ചതും കച്ചവടത്തിലൂടെ പുരോഗതി പ്രാപിച്ചതും. ഈ പുഴയിലൂടെ കടന്നുപോയ ഒരുപാട് കെട്ടുവള്ളങ്ങളുടെ നീണ്ട നാടൻ പാട്ടുകളുടെ ഇണങ്ങളിൽ, കെസ് പാട്ടുകളിലൊക്കെ തന്നെ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സംസ്കൃതിയും നിലനിന്നിരുന്നു. രാവിൻ്റെ വളരെ വൈകിയ യാമങ്ങളിൽ ഇരുകരകളിലേക്കും അരയടിക്കുന്ന അതിമനോഹരങ്ങളായ ഗസലുകൾ ഈ പുഴയിൽ ഒരുപാട് കാലം കേൾക്കാമായിരുന്നു. ഭാഗ്യദോഷത്തിന് ഈ പുഴയുടെ ഒഴുക്ക് നിലയ്ക്കുകയും ഇതിൻ്റെ ശ്വാസഗതിയിൽ ചെങ്ങണപ്പുല്ലിൻ്റെ തടസ്സമുണ്ടാവുകയും പുഴയല്ലാതായി തീരുകയും ചെയ്തതോടുകൂടി ഈ നദീതട സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരപഖ്യാതി വന്നുപെട്ടതിൻ്റെ ഫലമായാണ് ഏതാണ്ട് ഒരു നാഴികയോളം വീതിയുള്ള മണൽപ്പരപ്പായിരുന്ന വിസ്തൃതിയായിരുന്ന ഈ പുഴ ഇപ്പോഴൊരു പുൽപ്പരപ്പായി മാറി ഇരിക്കുന്നത്. ഈ പുൽപ്പരപ്പിനകത്ത് ഇപ്പോൾ സസ്യങ്ങളുണ്ട്, പച്ചയുണ്ട് എങ്കിലും ഇവിടെയുള്ള മണലിൻ്റെ വിസ്തൃതി നമുക്ക് കാണാൻ കഴിയാതെ പോവുകയാണ്. പുഴയുടെ വലിയൊരു സൗഭാഗ്യമായിരുന്ന വിസ്തൃതിയുടെ പ്രശാന്തത എന്ന വികാരം നമുക്കിപ്പോൾ ഈ പുഴയിൽ നിന്ന് ലഭ്യമല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന തോണിക്കടത്തുകളുടെ കാര്യവും. ഈ കടത്തുകളിൽ ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ഈ കടത്തുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ തമ്മിലുണ്ടായിരുന്ന സൗഹാർദ്ദത്തിൻ്റെയും അവരെ കടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്കുണ്ടായിരുന്ന സേവന മനോഭാവത്തിൻ്റെയും ഈ ഇരുകരകളെയും ബന്ധിപ്പിച്ച് നിലനിന്നിരുന്ന അദൃശ്യങ്ങളായ പാലങ്ങളുടെയുമൊക്കെ ഓർമ്മകൾ ഇന്ന് ഇവിടെയുള്ള പഴമക്കാരിൽ മാത്രം ശേഷിക്കുന്ന കാര്യങ്ങളാണ്. ആ ഓർമ്മകളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രം കണ്ടുപിടിക്കാൻ പോകുന്നയാൾക്ക് പൊന്നാനിയിൽ നിന്ന് കുഴിച്ചെടുത്താൽ കിട്ടാത്ത നിധികളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. സംഗീതത്തിലും പൊന്നാനിക്ക് സ്വന്തമായൊരു മേൽവിലാസമുണ്ട്. ഒരുപക്ഷെ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പൊന്നാനിയിലെ സംഗീതജ്ഞർക്ക് കൂടുതൽ പാരമ്പര്യമുള്ളത്. മലബാറിൻ്റെ, വിശേഷിച്ചും വടക്കേ മലബാറിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ സമാന്തരമായി പ്രചരിച്ചു പോകുന്നൊരു സംഗീതധാരയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റേത്. ഉത്തരേന്ത്യയിൽ പോയി സംഗീതം പഠിക്കുകയും മലബാറിൽ സംഗീതം പ്രചരിപ്പിക്കുകയും ചെയ്ത കുറേ ഉസ്താദുമാർ, ഉസ്താദ് രാംറാവു മങ്കേഷ്കർ, കുമാർ, സദക്കത്തുള്ള, അൻവർ ഖാൻ ഉസ്താദ് തുടങ്ങിയ എത്രയോ ആളുകൾ, ആ പരമ്പരയിലാണ് പൊന്നാനിയിലെ ഇന്നും പ്രശസ്തനായ ഇ കെ അബൂബക്കർ സാഹിബിനെ പോലുള്ള ആളുകൾ കവാലിപ്പാട്ടുകാരുണ്ടായത്. അതിനു മുമ്പ് ഔച്ചിക്ക എന്ന് വിളിക്കപ്പെട്ടിരുന്ന അസീസ് ബായ് പൊന്നാനിയുടെ സംഗീതത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഉസ്താദ് ഹംസാക്ക, ഖലീൽ ബായി എന്നറിയപ്പെടുന്ന റഫിയുടെ ശബ്ദത്തിൽ പാടുന്ന പാട്ടുകാരനായിട്ടുള്ള പ്രശസ്തനായ പാട്ടുകാരനുണ്ട്. ഇ കെ അബൂബക്കർ സാഹിബും തബലിസ്റ്റ് ഉസ്മാൻ കായും, അങ്ങനെ കുറേ ആളുകൾ ആ പഴയ ഹിന്ദുസ്ഥാനി പാരമ്പര്യത്തിൻ്റെ ജനകീയത എപ്പോഴും പൊന്നാനിയിൽ നിലനിർത്തുന്നുണ്ട്. അന്നിങ്ങനെ പാട്ട് പാടിയിട്ടെങ്കിലും ആളുകളെ കൂട്ടാക്കി. തൊഴിലാളികൾ സ്വറപഞ്ചും പ്രധാനികൾ മൊഞ്ചായുള്ള ജീവിതം മൊഞ്ചായുള്ള തൊഴിലാളികൾ സ്വറപഞ്ചും പ്രധാനികൾ മൊഞ്ചായുള്ള ജീവിതം മൊഞ്ചായുള്ള തൊഴിലാളികൾ ഒരാൾ, രണ്ടാൾ, മൂന്നാൾ പോരല്ലോ. അവിടെയുള്ള ആളുകളെ മുഴുവനും സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ
ശുദ്ധസംഗീതത്തിൻ്റെ കുലപതികളുടെ പിന്മുറക്കാരനായി ഹിന്ദുസ്ഥാനി ഗായകൻ ഖലീൽ ബായ്. 11ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പൊന്നാനി സ്വദേശിയായ KP നൂറുദ്ദീൻ സാഹിബ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് കീഴിലായിരുന്നു പൊന്നാനി അറക്കാ വളപ്പിൽ പുതിയലകം എന്ന് പറയുന്ന വീട്ടിൽ വെച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ സംഗീതത്തിൻ്റെ തത്വസ്വരങ്ങൾ തുടങ്ങിയത്. दर्द पाग गया एक पल हंसना जो छा दर्द पागल गया मेरे मालिक मैं तो इस जीने के हाथों मर गया. 1972 മുതൽ 76 വരെ പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടർ MS ബാബുരാജ് ഒരു ടീമിലായിരുന്നു. ദുനിയാ കോ ഭൂൽ കർ മേരി ബാഹോं में झूल जा सुहानी गाती बस्ती बस्ती जंगल जंगल सुख संदेश सुनाती तेरी चांदी जैसी तारा मिलों तक लहरा गंगा तेरा पानी अमृत झरझर बहता जाए युग युग से इस देश की धरती तुझसे जीवन पाए गंगा तेरा पानी अमृत. 1976 ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വിയ്യൻകുട്ടിയും ബാബുരാജും കൂടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. പക്ഷെ അത് അവസാനത്തെ ഒരു ആയിരുന്നു എന്നെനിക്ക് ഒരു മഹാസ്വപ്നത്തിൻ്റെ പ്രേതം പോലെ കനോലി കനാൽ ഇവിടെ ഒഴുകിയെത്തുന്നു. പൊന്നാനിയുടെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിച്ച് മത്സ്യബന്ധനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഊടും പാവും പൊന്നാനിക്കാർ നെയ്തെടുത്തത് ഈ കനാൽ തീരത്തായിരുന്നു. 1848 കനോലി സായിപ്പ് പണിതീർത്ത ഈ കനാൽ പ്രതാപകാലത്തിൻ്റെ ഓർമ്മകളുമായി മത്സ്യബന്ധന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും വിശ്രമ കേന്ദ്രമൊരുക്കി പതുക്കെ ഒഴുകുന്നു. ഒരു കാലത്ത് കേരളത്തിലെ പ്രധാന ജലഗതാഗത പാതയായിരുന്ന കനോലി കനാലിൽ നീലേശ്വരം മുതൽ കോവളം വരെ നീളുന്ന ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ സാധ്യതകൾ വികസിക്കുകയാണ്. കേരളത്തിൻ്റെ രണ്ടറ്റങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജലഗതാഗത പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. ചരിത്രത്തിൻ്റെ താങ്ങാനാവാത്ത ഭാരമുണ്ട് ഈ ഓളങ്ങളിൽ. ഈ പൊന്മാനിയെ തേടി ഇപ്പോഴും ചില വിരുന്നുകാരെത്താറുണ്ട്. ദേശാടന പക്ഷികൾ. സൈബീരിയയിൽ നിന്ന് പോലും പക്ഷികൾ നമ്മുടെ പൊന്നാനിയിലെത്തുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു പക്ഷേ കടലും പുഴയും ചേരുന്ന ഭാഗം അഴിമുഖം. ഈ അഴിമുഖത്ത് ഒരു പ്രത്യേക തരം ജീവികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് 6000 ചില്ലാൻ കിലോമീറ്റർ അപ്പുറമുള്ള സൈബീരിയയിൽ നിന്ന് പോലും ഒരു പ്രത്യേക സീസണിൽ സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പക്ഷികൾ പൊന്നാനിയെ തേടിയെത്തുന്നത്. ബാർട്ടേൽഡ് ഗോഡ്വിറ്റ്, പ്ലോവറുകൾ, അതേപോലെ കടൽക്കാക്കകൾ, അങ്ങനെ ഒത്തിരി പക്ഷികൾ ഈ പൊന്നാനിയിലും വിയ്യങ്കായലിലും മറ്റുമെത്തുന്നു. ഇവയിൽ ചിലതൊക്കെ ദേശാടകരാണെങ്കിൽ ചിലതൊക്കെ ഒരു പ്രത്യേക സീസണിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി സ്ഥിരം താമസക്കാരായ റെസിഡൻറ്റ് ബേർഡ്സാണ്. ലോകത്തിലെ അറിയപ്പെടുന്ന പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സലീം അലിയുടെ ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന പുസ്തകത്തിൽ പറയാത്ത 13 തരം പക്ഷികളെ ഈ പൊന്നാനിയിലും പുറത്തൂരിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പൊന്നാനിയുടെ തെരുവോരങ്ങളും റോഡുകളും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാവാതെ വീർപ്പുമുട്ടുകയാണിവിടെ. പഴമയുടെ ഈ നിത്യസ്മാരകങ്ങളുടെ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുതുമ കണ്ടെത്താൻ പൊന്നാനിക്ക് ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? പൊന്നാനിയുടെ വാണിജ്യ പ്രതാപവും സാംസ്കാരിക തനിമയും വൈജ്ഞാനിക വസന്തവും നഷ്ടമാവുന്നതിൻ്റെ കാരണങ്ങൾ പലതുമാവാം. പതുക്കെയാണെങ്കിലും തിരിച്ചുപോക്കിൻ്റെ ചെറിയ ചലനങ്ങൾ ഈ ചരിത്ര നഗരിക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. പുതിയ പൊന്നാനി വളരുകയാണ്. അങ്ങാടിപ്പാലവും കടന്ന് ചന്തപ്പടിയിലും ചമ്രവട്ടം ജംഗ്ഷനിലും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊത്ത് പൊന്നാനി വളരുന്നു.
പഴമയുടെ തിരുശേഷിപ്പുകൾ ഈ മുറ്റത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ. പൊന്നാനിയുടെ ആധുനിക ഛായക്ക് ചലനമുണ്ട്. സുതാര്യമായ ഭരണനിർവഹണത്തിനും നീതിയുടെ നടത്തിപ്പിനും പൊന്നാനിക്കിപ്പോൾ സ്വന്തമായ സ്ഥാപനങ്ങളുണ്ട്. വൻകരകൾ താണ്ടിയ വാണിജ്യപ്പെരുമയും യുഗങ്ങളെ കീഴടക്കിയ വൈജ്ഞാനിക ചൈതന്യവും വേറിട്ടുനിന്ന സാംസ്കാരിക വൈവിധ്യവും ഇനി പൊന്നാനിയെ പുണരുമോ? മർത്യനെ അവൻ്റേതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനിയിൽ? പാറമേലല്ല, പൊള്ളുമാ മണൽക്കാട്ടിലല്ല, മാളികപ്പുറത്തല്ല, മാനവഹൃദയത്തിൽ. മതമല്ലല്ലോ മാൺപുമുണ്മയും, മനുഷ്യൻ്റെ ഹിതമേ വിവേകമേ നീ വിധികർത്താവിനി. പൂജയും കൂദാശയും ഈമാനും പുതുക്കുക, പൂതജീവിതത്തിൻ്റെ പുത്തരിയംഗം വെട്ടി. ആരെ നാം ഏൽപ്പിക്കും ഈ കാര്യങ്ങൾ? ഇടശ്ശേരി ഗോവിന്ദൻ നായരില്ലേ ഈഴുവത്തുരുത്തിയിൽ? സങ്കടഹരജിയായി അല്ലാഹു ഹാജരായി, എന്നാലോ കൂട്ടായി കൃഷി ചെയ്തൂടെ ദുനിയാവിൽ? എങ്കിലങ്ങനെ തന്നെ അത്തീർപ്പിനപ്പീലുണ്ടോ? ഞങ്ങളേവരും ഏകലോകക്കാർ, പൊന്നാനിക്കാർ, ഞങ്ങളേവരും ഏകലോകക്കാർ, പൊന്നാനിക്കാർ. ഗ്രേസ് വാലി പബ്ലിക് സ്കൂൾ, മരവട്ടം, കാടാമ്പുഴ. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ മഹനീയ സാരഥ്യത്തിലൂടെ സേവനരംഗത്ത് പ്രശസ്തമായ അൽ ഐൻ സുന്നി യൂത്ത് സെന്ററിന്റെ മഹത്തായ മറ്റൊരു സംരംഭം. വ്യത്യസ്തവും അത്യാധുനികവുമായ സ്കൂൾ ക്യാമ്പസ്, വിശാലമായ പ്ലേഗ്രൗണ്ട്, ചിൽഡ്രൻസ് പാർക്ക്, സുസജ്ജമായ ലൈബ്രറി, ലബോറട്ടറി, ഇന്റർനെറ്റ് കണക്ഷനോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, മികവുറ്റ ഓഡിയോ വിഷ്വൽ ലാബ്, സംസ്ഥ അംഗീകരിച്ച മതപഠനം, വ്യവസ്ഥാപിതമായ വാഹന സൗകര്യം, പരിപൂർണ ഇംഗ്ലീഷ് അന്തരീക്ഷം, കലാകായിക പരിശീലനത്തിന് സർവത്ര പ്രാധാന്യം. ഗ്രേസ് വാലി പബ്ലിക് സ്കൂൾ, മരവട്ടം, കാടാമ്പുഴ. ഫോൺ 0494-261-6615 and 261-6617. Grace Valley College of Arts and Science, affiliated to University of Calicut. Courses of studies: BSc Physics Main, Mathematics and Computer Application, BCom Commerce with Computer Application. Grace Valley College of Arts and Science, affiliated to University of Calicut.